ഈ എക്സ്പ്രഷൻ ഇട്ട് കഴിക്കുന്ന ഒരു കിടിലമായിട്ട് ഒരു സാധനം ഉണ്ട് കേട്ടാ. കിടിലായിട്ട് എന്ന് വെച്ചാൽ നല്ല പുളിപ്പും ഉപ്പും ഒക്കെ ഉള്ള സാധനമാണ് ഈ ചുട്ട പുളിമുളവില്ലേ. എന്റെ അവിടെ പുളിമുളവെന്നാണ് പറയണത്, നിങ്ങളുടെ അവിടെ എന്ത് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതിന് വേണ്ടിയിട്ട് വറ്റൽ മുളവ്, ചെറിയ ഉള്ളി, ഉപ്പ്, പുളി, മുളവല്ലല്ല എന്തോ എണ്ണ. അപ്പൊ ഈ വറ്റൽ മുളവ് ഇങ്ങനെ എന്ത് ചെയ്യണം, മറ്റേ തീയിൽ കാണിച്ച് ചുട്ടെടുക്കണം. വറ്റൽ മുളവും ചെറിയ ഉള്ളിയും ചുട്ടെടുക്കുകയാണ് മെയിൻ പരിപാടി. അതിന്റെ ആ ഒരു പുകയുടെയും എല്ലാത്തിന്റെയും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട്. അത് പോരാട്ട് ഈ പുളിയും, അയ്യോ ഇപ്പോഴേ വെള്ളം വന്നു. അപ്പം നമ്മൾ ഈ കഞ്ഞി വയ്ക്കാൻ നേരത്താണ് അമ്മ ഇതുണ്ടാക്കിയത് കേട്ടോ. ചൂടൊന്നും കാണൂല, പക്ഷെ ഈ ഉള്ളിയൊക്കെ നല്ല വാടിക്കൊഴഞ്ഞു വരും. പിന്നെ അപ്പുറത്തെ വീട്ടിലെ മാമ എവിടെ പോയിട്ട് വന്നപ്പം ശബരിമല പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്ന അരവണയാണ് കേട്ടാ. ഇതാ വറ്റൽ മുളവിട്ട് ഉള്ളി തൊലിച്ചിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഒരു ഗ്ലാസിന്റെ ബാക്ക് കൊണ്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിതിനെ എല്ലാത്തിനെയും കുഴച്ച് ഒരു കുഴമ്പ് വരുവാക്കണം. അപ്പൊ ഈ പുളി ഉണ്ടല്ലോ, അമ്പോ എനിക്കിപ്പോഴേ വെള്ളം വയറിന് വായിന്ന്. അപ്പൊ ഇത് ഉപ്പും പിന്നെ സെപ്പറേറ്റ് ഇട്ടത് ഉപ്പും പുളിയും വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ, അത് വായിൽ വെച്ചപ്പോ ആ പുളിപ്പാണ് കേട്ടാ. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു, എന്നാലും ഉപ്പൊക്കെ ഇട്ട്. പിന്നെ ചോറ് ഞാൻ ഒരു പഴം കഴിച്ചുകൊണ്ടാണ് കുറച്ച് ചോറ് എടുത്തോളൂ കേട്ടോ. ഞാൻ നല്ല ചോറൊക്കെ കഴിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്ക് വിശപ്പില്ല, പക്ഷെ ഇതിന്റെ ഒരു ഇത് ടേസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടും ഇതിന്റെ ഒരു കൊതി നിൽക്കുന്നോണ്ട് ഞാൻ എടുത്ത്. എനിക്ക് ഇത് പറയുമ്പോഴേ എന്റെ വായിന്ന് വെള്ളം വന്നു. എന്നിട്ട് ഈ ചൂട് ചോറും ഈ പുളിമുളകും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇത് രണ്ടും കൂടി ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ ഫ്ലാറ്റ് ആയി അവിടെ. വേറെ ഒന്നും വേണ്ട, ഒരു കറിയും വേണ്ട. ഇത് രണ്ടും ചൂട് ചോറ് മാത്രം മതി. ഏറ്റവും ടേസ്റ്റ് പഴങ്കഞ്ഞിയുടെ കഴിക്കാൻ. പഴങ്കഞ്ഞിയുടെ ആണെങ്കിൽ പൊളിക്കും നമ്മൾ. അമ്മ അതിന് ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു 5 മിനിറ്റിൽ സംഭവം റെഡി ആവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അവിടെ പറയണ പേരും